മധ്യപൂർവേഷ്യയിലെ സംഘർഷം ഓരോ ദിവസവും പുതിയ തലങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ ലോകശ്രദ്ധ പിടിച്ചുപറ്റുന്നത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC പുറത്തുവിട്ട പുതിയ അവകാശവാദമാണ്. വെറും $20,000 മാത്രം വില വരുന്ന ഷാഹിദ് 136 ഡ്രോൺ ഉപയോഗിച്ച് ഏകദേശം $700 മില്യൺ വിലമതിക്കുന്ന അമേരിക്കയുടെ അത്യാധുനിക ബോയിങ് E3 സെൻട്രി നിരീക്ഷണ വിമാനത്തിന് കേടുപാടുകൾ വരുത്തിയെന്നാണ് IRGCയുടെ അവകാശവാദം. ഈ വിവരം സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അവകാശവാദം തന്നെ ലോക സൈനിക വിദഗ്ധരുടെ പ്രതിരോധ നിരീക്ഷകരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. IRGCയുടെ പബ്ലിക് റിലേഷൻസ് വിഭാഗം പുറത്തുവിട്ട പ്രസ്താവന പ്രകാരം സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ വ്യോമത്താവളത്തിൽ അമേരിക്ക വിന്യസിച്ചിരുന്ന E3 സെൻട്രി എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം വിമാനമാണ് ആക്രമണത്തിന് ഇരയായത്. ഇറാനിയൻ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഷാഹിദ് 136 ഡ്രോൺ ഈ വിമാനത്തെ പിന്തുടർന്ന് നിർണായകമായ പ്രഹരം ഏൽപ്പിച്ചതെന്നാണ് അവകാശവാദം. സൈനിക ലോകത്ത് E3 സെൻട്രി ഒരു സാധാരണ വിമാനമല്ല, ആകാശത്ത് പറക്കുന്ന കമാൻഡ് സെന്റർ എന്നാണ് ഈ വിമാനത്തെ വിശേഷിപ്പിക്കുന്നത്. നൂറുകണക്കിന് കിലോമീറ്റർ അകലെയുള്ള യുദ്ധവിമാനങ്ങൾ, മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവ കണ്ടെത്താൻ കഴിയുന്ന ശക്തമായ റഡാർ സംവിധാനമാണ് ഇതിലുള്ളത്. വ്യോമയുദ്ധങ്ങളെ ഏകോപിപ്പിക്കാനും സൗഹൃദ സേനയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകാനും ഈ വിമാനം നിർണായക പങ്കാണ് വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു യുദ്ധത്തിലും ഇത്തരമൊരു വിമാനത്തിന് സംഭവിക്കുന്ന നാശനഷ്ടം വലിയ സൈനിക തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. IRGCയുടെ അവകാശവാദം അനുസരിച്ച് ജൂലൈ 31-ന് പ്രിൻസ് സുൽത്താൻ വ്യോമത്താവളത്തിന് നേരെ മിസൈലുകളും ഡ്രോണുകളും സംയോജിപ്പിച്ച ആക്രമണമാണ് നടത്തിയത്. ഈ ആക്രമണത്തിനിടെയാണ് അമേരിക്കൻ E3 സെൻട്രി വിമാനത്തിന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചതെന്നും സംഭവത്തിൽ കുറഞ്ഞത് 10 അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റതായും ഇറാനിയൻ വൃത്തങ്ങൾ അവകാശപ്പെടുന്നു. എന്നാൽ ഈ അവകാശവാദങ്ങളെ അമേരിക്ക ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടതായി പറയുന്ന ചിത്രങ്ങളിൽ വിമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ റഡാർ ഡോം കേടുപാടുകൾ സംഭവിച്ചതായി കാണിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. APY-2 എന്ന അത്യാധുനിക റഡാർ സംവിധാനമാണ് ഈ ഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുന്നത്. ശത്രുവിമാനങ്ങളെയും മിസൈലുകളെയും ദൂരത്തു നിന്ന് കണ്ടെത്തി മറ്റു യുദ്ധവിമാനങ്ങൾക്ക് വിവരങ്ങൾ കൈമാറുന്ന സംവിധാനമാണിത്. അതിനാൽ ഈ ഭാഗത്തു നിന്നുണ്ടാകുന്ന കേടുപാടുകൾ വിമാനത്തിന്റെ പ്രധാന ദൗത്യശേഷിയെ തന്നെ ബാധിക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. പ്രിൻസ് സുൽത്താൻ വ്യോമത്താവളം അമേരിക്കയുടെ മധ്യപൂർവേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളിൽ ഒന്നാണ്. സൗദി അറേബ്യയിലെ ഈ താവളത്തിൽ നിന്നാണ് അമേരിക്ക മേഖലയിലെ വ്യോമ നിരീക്ഷണ പ്രവർത്തനങ്ങളും കമാൻഡ് ദൗത്യങ്ങളും ഏകോപിപ്പിക്കുന്നത്. ഒക്ലഹോമയിലെ ടിങ്കർ എയർഫോഴ്സ് ബേസിൽ നിന്നാണ് E3 സെൻട്രി വിമാനം സൗദിയിലേക്ക് വിന്യസിച്ചെന്നും ഇറാൻ റിപ്പോർട്ടുകൾ പറയുന്നു. IRGCയുടെ അവകാശവാദത്തിലെ മറ്റൊരു പ്രധാന വാദം ചെലവിലെ അസമത്വമാണ്. ഏകദേശം $20,000 മാത്രം ചെലവുള്ള ഷാഹിദ് 136 ഡ്രോൺ ഉപയോഗിച്ച് നൂറുകണക്കിന് മില്യൺ വില വരുന്ന അമേരിക്കൻ സൈനിക ആസ്തിയെ ആക്രമിക്കാൻ സാധിച്ചുവെന്നാണ് അവർ പറയുന്നത്. ചെലവ് കുറഞ്ഞ ഡ്രോണുകൾ ഉപയോഗിച്ച് അത്യാധുനിക സൈനിക സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന അസമ യുദ്ധതന്ത്രത്തിന്റെ വിജയമാണിതെന്ന് ഇറാനിയൻ സൈനിക വൃത്തങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഷാഹിദ് 136 ഡ്രോൺ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആഗോള ശ്രദ്ധ നേടിയ ആയുധമാണ്. ദീർഘദൂര ആക്രമണത്തിനായി രൂപകൽപ്പന ചെയ്ത ഈ ഡ്രോണുകൾ ലക്ഷ്യസ്ഥാനത്ത് നേരിട്ടിടിച്ച് പൊട്ടിത്തെറിക്കുന്ന തരത്തിലുള്ള ലോയിറ്ററിംഗ് മ്യൂണീഷനുകളാണ്. കുറഞ്ഞ നിർമ്മാണ ചെലവും ദീർഘദൂര സഞ്ചാരശേഷിയും കാരണം നിരവധി സംഘർഷങ്ങളിൽ ഈ ഡ്രോണുകൾ ഉപയോഗിക്കപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇതോടൊപ്പം ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇറാനിയൻ വ്യോമ പ്രതിരോധം 140-ലധികം അമേരിക്കൻ ഇസ്രായേലി ഡ്രോണുകളും നിരവധി യുദ്ധവിമാനങ്ങളും തടഞ്ഞു നശിപ്പിച്ചുവെന്നും IRGC അവകാശപ്പെടുന്നു. എന്നാൽ ഈ കണക്കുകൾക്ക് സ്വതന്ത്രമായ സ്ഥിരീകരണമില്ല. അമേരിക്കയും ഇസ്രായേലും ഇത്തരം പല അവകാശവാദങ്ങളും മുൻപും നിഷേധിച്ചിട്ടുള്ളതാണ്. IRGCയുടെ പ്രസ്താവനയിൽ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന സൈനിക നടപടിയെയും പരാമർശിക്കുന്നുണ്ട്. ഈ ഓപ്പറേഷന്റെ ഭാഗമായി മേഖലയിലെ അമേരിക്കൻ ഇസ്രായേലി സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ ഇതുവരെ 86 പ്രതികാര ആക്രമണങ്ങൾ നടത്തിയെന്നാണ് അവരുടെ അവകാശവാദം. മിസൈലുകൾ, ഡ്രോണുകൾ, മറ്റ് കൃത്യമായ ആക്രമണ സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് ഈ നടപടികൾ നടത്തിയതെന്നാണ് ഇറാന്റെ വിശദീകരണം. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഔദ്യോഗിക പ്രതികരണം ഏറെ നിർണായകമാണ്. യുദ്ധകാലത്ത് ഇരുപക്ഷവും വിവരയുദ്ധവും ശക്തമായി നടത്തുന്ന സാഹചര്യത്തിൽ ഓരോ അവകാശവാദവും സ്വതന്ത്രമായി പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് പ്രതിരോധ വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഉപഗ്രഹ ചിത്രങ്ങൾ, സ്വതന്ത്ര അന്വേഷണങ്ങൾ, ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ എന്നിവ പുറത്തുവരാതെ യഥാർത്ഥ നാശനഷ്ടം എത്രത്തോളമാണെന്ന് ഉറപ്പിച്ച് പറയാനാവില്ല. ഈ അവകാശവാദം ശരിയാണെന്ന് തെളിഞ്ഞാൽ അതിന് വലിയ സൈനികവും തന്ത്രപ്രധാനവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയുടെ ഏറ്റവും വില കൂടിയ വ്യോമ നിരീക്ഷണ സംവിധാനങ്ങളിലൊന്നായ E3 സെൻട്രി പോലുള്ള വിമാനങ്ങൾ യുദ്ധരംഗത്ത് കൂടുതൽ അപകട സാധ്യത നേരിടുന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. അതോടൊപ്പം ചെലവ് കുറഞ്ഞ ഡ്രോണുകൾ ഉപയോഗിച്ച് വില കൂടിയ സൈനിക സംവിധാനങ്ങളെ ലക്ഷ്യമിടുന്ന
പുതിയ യുദ്ധതന്ത്രത്തെക്കുറിച്ചുള്ള ചർച്ചകളും ശക്തമാകും. മറുവശത്ത് ഈ അവകാശവാദം തെറ്റാണെന്ന് തെളിഞ്ഞാൽ യുദ്ധ സാഹചര്യത്തിൽ വിവരയുദ്ധം എത്രത്തോളം ശക്തമാണെന്നതിന്റെ മറ്റൊരു ഉദാഹരണമായി ഇത് മാറും. ഇന്നത്തെ യുദ്ധങ്ങൾ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് മാത്രമല്ല, വിവരങ്ങളും അവകാശവാദങ്ങളും ഉപയോഗിച്ചും നടക്കുന്നുവെന്നാണ് യാഥാർത്ഥ്യം. അതിനാൽ സൗദി അറേബ്യയിലെ അമേരിക്കൻ സൈനിക താവളവുമായി ബന്ധപ്പെട്ട ഈ ഏറ്റവും പുതിയ അവകാശവാദം ഇപ്പോൾ അന്താരാഷ്ട്ര നിരീക്ഷണത്തിലാണ്. IRGCയുടെ പ്രസ്താവന, അമേരിക്കയുടെ സാധ്യതയുള്ള പ്രതികരണം, സ്വതന്ത്രമായ തെളിവുകൾ എന്നിവ പുറത്തുവരുന്ന മുറയ്ക്ക് മാത്രമേ സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകൂ. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, മധ്യപൂർവേഷ്യയിലെ സംഘർഷം സൈനിക ഏറ്റുമുട്ടലിനപ്പുറം സാങ്കേതിക വിദ്യയുടെയും വിവരയുദ്ധത്തിന്റെയും പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്.